ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കുക, സന്തോഷത്തോടിരിക്കുക. എനിക്ക് സുഖമാണ്. അപ്പം നമ്മൾ ഇന്നൊരു കംഫർട്ടിൻ്റെ ബോട്ടിലായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇത് കുറച്ച് ദിവസമായി ഞാൻ അധികം അങ്ങനെ ഉപയോഗിക്കില്ല. എൻ്റെ അമ്മയുടെ കയ്യിൽ കുറേ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് ചെയ്തു വെച്ചില്ലെങ്കിൽ എനിക്ക് സമാധാനം ഉണ്ടാവില്ല. കാരണം ഈ കൊച്ചു കുപ്പികളെന്ന് പറയുന്നത് നല്ല ഭംഗിയാണ്, നല്ല ക്യൂട്ടാണത്. അത് കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ അതാണ് എൻ്റെ ഒരു സമാധാനം കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്ക് കംഫർട്ടിൻ്റെ ബോട്ടിൽ ചെയ്യാമെന്ന്. അപ്പോൾ അതേ ഞാൻ അതിൻ്റെ ഉടുപ്പൊക്കെ മാറ്റി. ഇതിൻ്റെ കഴുത്തിൻ്റെ ഭാഗം വേണമെങ്കിൽ കട്ട് ചെയ്ത് കളയണമെങ്കിൽ കട്ട് ചെയ്ത് കളയാം കേട്ടോ. കുറച്ച് ഫിനിഷിങ് അപ്പോൾ കിട്ടും. വേണമെങ്കിൽ ചെയ്യാം. ഇപ്പം ഞാൻ ചെയ്യുന്നില്ല. അപ്പം ഞാനിനി വൂളന്നൂലൊന്ന് ചുറ്റിക്കൊടുക്കുക. മൊത്തത്തിൽ ചുറ്റണില്ല, ഞാനത് കുറച്ചായിട്ട് ചുറ്റിക്കൊടുക്കുകയാണ്. ആദ്യം നമുക്ക് ഒരു കളർ ചുറ്റിക്കൊടുക്കാം, പിന്നെ ഒരു കളർ, അങ്ങനെ 3 കളർ ഞാനിവിടെ ഉപയോഗിക്കുന്നുണ്ട്. 3, 4, 5 കളർ ഉപയോഗിക്കാം. അത് കുറച്ചായിട്ട് ചുറ്റിയെടുക്കുക. അങ്ങനെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് കളർ കോമ്പിനേഷനും ചുറ്റുന്ന രീതിയൊക്കെ മാറ്റാം, ഒരു കുഴപ്പമില്ല. അപ്പം ഞാൻ 3 കളേഴ്സ് എടുത്തിട്ടുണ്ട്. ആദ്യത്തെ ഒരെണ്ണം ചെയ്തു. ഇനി നമുക്കതിൻ്റെ താഴെ പിങ്ക് കളർ കൊടുക്കാം. അപ്പോൾ ആരും നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോരുത്. ഇന്ന് കുറച്ച് കൂട്ടുകാരുടെ ട്രൈഡ് പിക്സ് ഇന്ന് ഈ വീഡിയോയിലുണ്ട്. അപ്പോൾ നമ്മളത് അടുത്ത ചുറ്റി കൊടുക്കുന്നുണ്ട്, അടുത്ത കളറ്. അപ്പോൾ ഇങ്ങനെ 3 കളർ എടുത്തിട്ടുണ്ട്. 3 കളറിന് പകരം നിങ്ങൾക്ക് 4, 5 കളേഴ്സ് എടുക്കാം കേട്ടോ. അപ്പോൾ ഓരോരുത്തർ ഇഷ്ടം അനുസരിച്ച് മാറ്റാം കേട്ടോ. അപ്പോൾ നമ്മൾ ചുറ്റി. ഇപ്പോൾ ഞാൻ എല്ലാം ചുറ്റിയെടുത്തു. ഇനി നമുക്ക് കുറച്ച് അലങ്കാര പരിപാടിയുണ്ട്. അപ്പോൾ ഞാൻ അടുത്ത് എടുത്തിരിക്കുന്നത് സ്വീക്കൻസ് ആണ്. സ്വീക്കൻസ് എന്ന് പറയുമ്പോൾ കാർഡ് ഉണ്ടാക്കാനായിട്ടാണ് ഞാൻ കൂടുതലായിട്ട് ഇത് വാങ്ങിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് കടയിൽ ഒരു 25 രൂപ 30 രൂപ റേഞ്ച് കിട്ടും. അതിൽ താഴെയും ഉണ്ട്. പക്ഷേ കുറച്ച് ഷൈനിങ് ഉള്ള സ്വീക്കൻസിന് അത്യാവശ്യം 25 രൂപ വരും കേട്ടോ. ഞാൻ 25 രൂപയ്ക്ക് മേടിച്ചത്, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞേ. അപ്പോൾ ഞാനതെടുത്ത് ഓരോന്നായിട്ട് ഫെവിക്കോൾ വെച്ചിട്ട് ഒന്ന് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് നല്ല ഡബിൾ കളറാണ്, അപ്പോൾ കാണാൻ പ്രത്യേക ഒരു ഭംഗിയായിരിക്കും. ഇനി നമുക്കൊരു ഫ്ലവർ ഉണ്ടാക്കിയെടുക്കണം. ഫ്ലവറിനായിട്ട് ഞാൻ വൂളന്നൂല് തന്നെ എടുക്കുന്നത്. വൂളന്നൂല് ഈ ഒരു 3 വിരൽ നന്നായിട്ടൊന്ന് നീളത്തിൽ ചുറ്റിയെടുക്കുക. എന്നിട്ട് ഒരു വൂളന്നൂല് വെച്ച് ഒരു ചെറിയ പീസ് വെച്ചിട്ട് നമുക്ക് ആ നടുഭാഗം ഉണ്ടല്ലോ, ഒരു സെൻറ്റർ ഭാഗത്തായിട്ട് ഒന്ന് കൂട്ടി കെട്ടിക്കൊടുക്കണം. അപ്പോൾ കണ്ടോ, ഈ ഒരു രീതിയിൽ കെട്ടിക്കൊടുക്കണം. എന്നിട്ട് 2 സൈഡും അങ്ങ് കട്ട് ചെയ്ത് കളയണം. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ കുറച്ച് വിടർന്നു വരും. ആ ഒരു വൂളനൂല് മൊത്തത്തിൽ ഇതുപോലെ അങ്ങ് വിടർന്നു വരും. എന്നിട്ട് നമ്മളിതൊന്ന് റൗണ്ടിന് ഇതുപോലെ കുഞ്ഞായിട്ട് അതിൻ്റെ ആ ഒരു ഷേപ്പ് കിട്ടുന്നവരെ, റൗണ്ട് കിട്ടുന്നവരെ കട്ട് ചെയ്ത് നീളമുള്ള ഭാഗമൊക്കെ കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഫ്ലവർ കിട്ടിക്കഴിഞ്ഞു. ഇതുപോലെ കിട്ടും. അപ്പോൾ ഇനി കുറച്ച് പേർക്കെങ്കിലും അറിയാൻ പറ്റും. അറിയാത്തവർക്കായിട്ട് ഇത് നോക്കുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്കതൊരു ഫിനിഷിങ് വരുന്നില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഒരു കുഞ്ഞ് സാറ്റൻ റിബൺ എടുത്ത് ആ ഒരു സെൻറ്റർ ഭാഗത്തായിട്ട് ഒട്ടിച്ചു കൊടുത്തു. അതിന് പകരം നിങ്ങൾക്ക് പേൾസോ മുത്തുകൾ എന്ത് വേണമെങ്കിലും ഒട്ടിക്കാം കേട്ടോ, സ്റ്റോണൊക്കെ ഒട്ടിക്കാം. അപ്പോൾ ഞാൻ ഒരു ചെറിയ ഫ്ലവറും കൂടെ ഒട്ടിച്ചു കൊടുത്തു. ഇതാണ് നമ്മൾ. അപ്പോൾ ഈ ഒരു കംഫർട്ടിൻ്റെ കുപ്പി ഇതുപോലെ ആക്കിയെടുത്തു. കാണാൻ നല്ല ക്യൂട്ടല്ലേ? അപ്പോൾ എനിക്ക് ഇപ്പോഴാണ് ഒരു സമാധാനം കിട്ടിയത്. കാരണം ആ ഒരു കംഫർട്ടിൻ്റെ കുപ്പി കുറേ ദിവസമായി ഇരിക്കുന്നു. ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. പെൻ സ്റ്റാൻഡായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് ചെറിയ മണി പ്ലാന്റ് ഇട്ട് വെക്കാം, ഒക്കെ ചെയ്യാം കേട്ടോ. പെയിൻ്റ് അല്ലാത്തതുകൊണ്ട് നമുക്ക് വെള്ളം ഒഴിച്ച് വേണമെങ്കിൽ മണി പ്ലാന്റ് ഇട്ട് വെക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായില്ലേ ഇന്നത്തെ വീഡിയോ? അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഇഷ്ടപ്പെടും, പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ട്രൈഡ് പിക്സ് ഇന്നിട്ടിട്ടുണ്ട്, അപ്പോൾ അതൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ട്രൈഡ് പിക്സ് ഒക്കെ. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ചെയ്ത് നോക്കുക. ട്രൈഡ് പിക്സ് ഇനിയും അയച്ചു തരിക. അത് ഇൻസ്റ്റയിലൂടെയോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഉണ്ട്, അതിലൂടെ അയച്ചു തരാം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അതിൽ കയറുമ്പോൾ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.